ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ നോമ്പുറ വിശേഷങ്ങളാണ് കേട്ടോ. 11ാമത്തെ ദിവസത്തെ നോമ്പുറത്തെ വിശേഷങ്ങളാണ്. ഇന്നിപ്പോൾ എൻ്റെ ബ്രദറും ഉമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ തലേന്ന് രാത്രി കേട്ടോ, നോമ്പുറന്നതിനൊക്കെ ശേഷം ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ഞാനും ഇക്കൊക്കെ കൂടിയിട്ട് മേപ്പാടിക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും വാങ്ങാൻ, മെയിനായിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിയും ചിക്കനും കേട്ടോ. അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മേപ്പാടി പോയതായിരുന്നു. അപ്പം ബീഫ് സ്റ്റാളൊന്നും ഇല്ലായിരുന്നു, എല്ലാം പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ സ്റ്റാളിൽ എത്തിയിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കേട്ടോ. അപ്പം കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം പിറ്റേ ദിവസം ഫുള്ളൊരു ഹറിബറി ആക്കേണ്ട വിചാരിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പിന്നെ ഇക്കെന്തായാലും പിറ്റേ ദിവസം ലീവുമാണ്. പിന്നെ ആളെന്തായാലും നേരത്തെ എണീക്കൂലെന്ന് പറഞ്ഞു കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് രാത്രി തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ സുഖമാണല്ലോ. രാവിലെ പിന്നെ ആളെ എണീക്കുമ്പോൾ എണീറ്റോട്ടെ, എനിക്ക് നേരത്തെ എണീറ്റിട്ട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പം പച്ചക്കറി കടയിൽ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി പിന്നെ മുട്ടയും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വത്തക്കൊക്കെ കണ്ടപ്പം നല്ലതാ തോന്നിയിട്ട് വത്തയ്ക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഫ്ലോപ്പായി പോയി, വത്തക്ക ഒന്നിനും പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കരിവള മേടിക്കാൻ വേണ്ടിയിട്ട് ഫാൻസിക്ക് ഇടിയിരുന്നു. അപ്പോൾ ഇച്ചു ഇതൊക്കെ ഓരോ സാധനങ്ങൾ റിബണും അതുപോലെ തന്നെ കിലിക്കൊക്കെ എടുത്തിട്ട് ഓളെ കൈ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ 2 കരിവളയൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാൻ നേരത്തെ ഇച്ചു അവിടുത്തെ സൈക്കിളിലൊക്കെ കയറിയിട്ട് കളിക്കുന്നു കേട്ടോ. എനിക്ക് സ്പൈഡർമാൻ വരും, ബമ്മക്കുട്ടി വേണം, ടൈഗറിനെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ചിണുങ്ങി കേട്ടോ. പക്ഷേങ്കിൽ അധികം കരയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് ഈ സൈക്കിൾ കണ്ടപ്പോൾ ആളെ വേഗം കയ്യിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊന്ന് മുമ്പിലേക്ക് കൊണ്ടുപോയപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ആ വണ്ടി വേഗം അവിടെ കൊണ്ടുപോയിട്ട് തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഇതാ ടേബിളിലേക്ക് വെച്ചു. പിന്നെ അകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷേ അതിൻ്റെ വീടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസത്തെ നല്ല വെയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 9 മണിയൊക്കെ ആയപ്പം തന്നെ പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വേഗം തന്നെ ആകെ കഴിച്ചു വരെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കുന്നില്ല ഇപ്പം എന്തായാലും, കാരണം മക്കൾ നീറ്റാ ഫുള്ളും കച്ചറയാക്കും കേട്ടോ. അപ്പം പിന്നെ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകാൻ നേരം തുടച്ചാൽ അവർ വരുമ്പോൾ നല്ല വൃത്തി തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ അടുക്കളയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അടുക്കളയിൽ നിന്നിട്ട് ഇനി പണി തുടങ്ങാൻ നിൽക്കാം കേട്ടോ. ഇപ്പം തന്നെ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു ചെറിയ ചെറിയ പണികളൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ എസയൊക്കെ എണീറ്റാൽ പിന്നെ ഒക്കത്തുനിന്ന് ഇറങ്ങൂല കേട്ടോ, ഫുൾ കരച്ചിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കസ്റ്റാർഡിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്ന എടുക്കുന്നുണ്ട്. പിന്നെ ഇവർ എസൊന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ആളെ ഞാൻ എന്താക്കി കിടത്തി ഉറക്കി. പിന്നെ ഇക്ക ഉള്ളതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം രണ്ടാളും ഇക്കാൻ്റെ അടുത്തേക്ക് കിടന്നോളൂ കേട്ടോ. പിന്നെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് കസ്കസും വെള്ളത്തിലിട്ടു. പിന്നെ ഞാൻ ചോദിച്ചു പത്തിരി പരത്തി വെക്കാൻ കേട്ടോ, കാരണം നല്ല ചൂടല്ലേ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പം കുറച്ചും കൂടി നമ്മൾ പരത്തുമ്പോൾ ഭയങ്കര ചൂടുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സെയിം ഇതന്നെ മക്കൾ എണീറ്റാൽ പിന്നെ സമ്മതിക്കൂല കേട്ടോ. പിന്നെ നമ്മൾ പരത്തുന്ന കണ്ടെങ്കിൽ ഇച്ചുവിന് ചിലപ്പം കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് ഓനിക്കും പരത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചു പരത്തൽ ഇതാക്കി കഴിഞ്ഞാൽ തന്നെ കുറേ പണിയൊക്കെ കുറയുമല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ അത് പരത്തി എടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. ചുടലിപ്പം ചുടുന്നില്ല കേട്ടോ. ചുടൽ എല്ലാ സാധനവും വൈകുന്നേരം ചുടുന്നുള്ളൂ. എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് തന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എല്ലാത്തിൻ്റെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ എപ്പോഴും ഇടുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പുറത്ത് നല്ല വെയിലുമാണ് കേട്ടോ. അപ്പം വാതിലൊന്നും അടച്ചിട്ട് നമുക്ക് പണിയെടുക്കാനേ പറ്റൂല കേട്ടോ. അങ്ങനെ തന്നെ പത്തിരി വരത്തിൽ കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കോഴിമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കസ്റ്റാർഡ് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തണുത്തത് എന്താക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. കാരണം കൈയോടെ തന്നെ നമ്മൾ വേഗം പാത്രം കഴുകലും അതുപോലെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുത്ത് നമുക്ക് കുറേ എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പം ബിരിയാണിക്കുള്ളതല്ല, ബിരിയാണീൻ്റെ മസാല റെഡിയാക്കണം. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ റെഡിയാക്കി വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഒന്ന് അരിയാൻ നിൽക്കാൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് തീർന്നാൽ പിന്നെ സെറ്റല്ലേ. പിന്നെ ഇച്ചു പിന്നെ എണീറ്റാൽ ആ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഇടങ്ങേറിയിരിക്കും കേട്ടോ. പോന് ഇപ്പം എണീറ്റിട്ടുണ്ട്, ആളവിടെ എന്തൊക്കെയോ ഉപ്പാനോട് സംസാരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഈ സംഭവം ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഇത് എളുപ്പമുള്ളതാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ചട്ടിപ്പത്തിരി കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ ഈ മാവൊക്കെ ഒഴിച്ചിട്ടല്ലേ മൈദയും കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഉണ്ടാക്കുക. പക്ഷേങ്കിൽ ഇത് ഞാൻ സമൂസ ഷീറ്റും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വിചാരിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തായാലും പരീക്ഷണമല്ലേ, ചിലപ്പോൾ സെറ്റാവും ചിലപ്പോൾ ഇതാവില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ അഥവാ റെഡി ആയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അൽഹംദുലില്ലാ മാഷാഅല്ലാ നല്ലോണം വന്നിട്ടോ. കറക്റ്റ് ചട്ടിപ്പത്തിരി തന്നെയായിരുന്നു കേട്ടോ. ഉള്ളു വേവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഷീറ്റൊക്കെ ഡിപ്പ് ചെയ്തു, മുട്ടയിലും വെള്ളത്തിലൊക്കെ ഡിപ്പ് ചെയ്തു. അങ്ങനെ അതൊക്കെ ഇതാക്കി പിന്നെ മസാലയൊക്കെ ഇതാക്കിയിട്ടാണ് പെട്ടെന്ന് നമ്മുടെ സംഭവം പരിപാടി കഴിയും കേട്ടോ.
അങ്ങനെ ചട്ടിപ്പത്തി റെഡിയായി. ഇനിയിപ്പം ഒരു വാഴൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. കാരണം ഈ ചട്ടിപ്പത്തിരിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ, പിന്നെ ഫുള്ളും ആവി ഇതായിട്ട് വെള്ളം ഫുള്ള് ഒലിക്കുമല്ലോ. പിന്നെ അതിൻ്റെ അടുക്ക് അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ, ബിരിയാണിക്കില്ലേ. അപ്പം അതൊന്ന് പൊരിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച ചിക്കൻ കറിയും കൂടി നമ്മൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പം ഇവിടെ ചിക്കനൊക്കെ നല്ലോണം പൊരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ അതുപോലെ മസാല കുറച്ചേ പാടുള്ളൂ. പിന്നെ ഇതാ ഞാൻ എല്ലാ മസാലയും കൂടിയിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷമാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്: മുസമ്പി, ആപ്പിൾ, അനാറ്, മുന്തിരി, പൈനാപ്പിൾ, അതുപോലെ തന്നെ വത്തക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ സെറ്റ് ചെയ്തൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക എണീറ്റ് ആളെന്താക്കുകയാണ്, ഇനിയിപ്പം കാറ് വാഷ് ചെയ്യാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇന്നലെ നമുക്ക് രാത്രി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു കേട്ടോ. ആളൊരു 12 മണിയൊക്കെ ആയപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇച്ചും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചട്ടിപ്പത്തി റെഡിയാക്കിയതും അതുപോലെ തന്നെ ഉള്ളി ഇതൊക്കെ അരിഞ്ഞിട്ടുള്ളതൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് പെട്ടെന്ന് തന്നെ. ഞാൻ അപ്പം തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ ഫുള്ളൊരു കൂമ്പാരായിട്ടുണ്ടാവും. അപ്പം അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ എല്ലാ പാത്രങ്ങളും കഴുകുന്നതല്ലേ. പിന്നെ പുറത്ത് നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷേ മഴൻ്റെ കോളൊന്നും കാണുന്നില്ല കേട്ടോ ഇപ്പം ഈ ഉച്ച സമയത്ത്. പിന്നെ ഞാൻ മധുരക്കടിയായിട്ട് ഉന്നക്കായ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് പുഴുങ്ങാൻ വെക്കാണ്ട്. ശരിക്കും ഉന്നക്കായ്ക്ക് നമ്മൾ ആവിയിൽ വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പം ആകെ 2-3 പഴം എടുക്കുന്നുള്ളൂ, ചെറിയ 3 പഴമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അത് പിന്നെ പാത്രത്തിൽ തന്നെ ഇതാക്കാരെ വെച്ചിട്ടു. അതിൻ്റെ അടുത്ത് പിന്നെ തേങ്ങയും കൂടി ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. ഒരു എരിവുള്ള കടിയും ഒരു മധുരത്തിൻ്റെ കടിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നല്ലോണം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പഴത്തിൻ്റെ തോലൊക്കെ പോക്കി പഴയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാത്തതും അതുപോലെ തന്നെ പറയാത്തതൊക്കെ. പിന്നെ ഇത് ഓരോന്നായിട്ട് ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം ഒരു 2 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ അടുത്ത് കിക്ക് പോയി. പിന്നെ എസ് എ ബേബി ഞാൻ പറഞ്ഞല്ലോ, ആളെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒക്കത്തുനിന്ന് ഇറങ്ങൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പണികളൊക്കെ തീരാൻ കുറച്ച് ലേറ്റായി. പിന്നെ ബാക്കി വന്നിട്ടുള്ള നമ്മൾ അരിൻ്റെ തേങ്ങേൻ്റെ ഇതുണ്ടല്ലോ, അതൊന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. പുന്നക്കായൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളെ ചിക്കൻ കറി, തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ബിരിയാണി മസാലയും കൂടി സെറ്റാക്കാൻ വിചാരിച്ചു കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യലൊക്കെ അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ സവാളയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പം ഇക്കാൻ്റെ വീട്ടിൽ ആർക്കും മസാല അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനാകെ 2 ഉള്ളിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മസാല, കാരണം അവിടെ എല്ലാവർക്കും മസാല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ തേങ്ങയൊക്കെ ഇനി അരക്കാൻ നിൽക്കാണ്ട്. അപ്പോൾ ഓരോ പരിപാടി ഞാൻ പെട്ടെന്ന് തീർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല കേട്ടോ. ആള് കാറ് വാഷ് ചെയ്യാൻ പോയതായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നല്ല തിരക്കായിരുന്നു. പിന്നെ ആ മെഷീന്, വെള്ളത്തിൻ്റെ ആ മെഷീന് ഇതാക്കുന്നത് നാശമായിപ്പോയി. അപ്പോൾ പിന്നെ ലേറ്റ് ആവുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇതാക്കിയ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ആളെത്തുമ്പോൾ 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വേഗം 10 വരത്തേലും കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ബീഫ് വേഗം അടുപ്പത്തും വെച്ചു കേട്ടോ. അപ്പോഴേക്കും 3:30 ആയപ്പോഴേക്കും ആളെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്കുമ്മയൊക്കെ കുടിച്ചിട്ട് ക്യാരറ്റ് നന്നാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി ജ്യൂസ് അടിക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചത്. പക്ഷേങ്കിൽ അവർ പറഞ്ഞു ക്യാരറ്റ് എന്തായാലും ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അത് ജ്യൂസ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ നന്നാക്കി തരികയാണ് കേട്ടോ. പിന്നെ എന്താ ഞാൻ ബാക്കിയുള്ള പത്തിരിയും കൂടിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ വൈകുന്നേരമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ചൂടാറുമല്ലോ. അപ്പം കാസറോൾ നല്ലോണം മൂടി വെക്കാൻ വിചാരിച്ചിട്ട് ഈവനിങ് ആയപ്പോഴേക്കും കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതാക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഉന്നക്കായും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ പത്തിരി വരത്തലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളെ ബീഫ് അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഉന്നക്കായ കേട്ടോ. ഞാൻ കുറേ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം എല്ലാ കടി ഉണ്ടാക്കിയതും നമ്മുടേത് തീരണം, ബാക്കി ആവരുത് എന്നുള്ളതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണ്ണക്കടി പൊതുവേ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഉമ്മാക്കൊന്നും അധികം എണ്ണക്കടി ഇഷ്ടമല്ല. അപ്പം പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഒരു എരിവുള്ളതും ഒരു മധുരമുള്ളതും അതും കുറച്ച് കേട്ടോ. കറക്റ്റ് എല്ലാവർക്കും 2 വീതം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഉന്നക്കായും റെഡിയാക്കി. പിന്നെ അധികം പേരൊന്നും ഇല്ലല്ലോ. എൻ്റെ ബ്രദറും ഉമ്മയും പിന്നെ ഉമ്മാൻ്റെ ഫ്രണ്ട് കുഞ്ഞു പാത്തുമാത്തിയാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ളത്. പിന്നെ ബീഫ് റെഡി ആയപ്പം ബീഫും കൂടി ഇതാ വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ക്യാരറ്റും കൂടി വേവിക്കാൻ ഇടുകയാണ്. അപ്പം അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം അതും കൂടി ജ്യൂസ് അടിച്ചാൽ പിന്നെ മഴക്കാറ് നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം ചമ്മന്തിയൊക്കെ അരക്കാം കേട്ടോ ബിരിയാണിക്കുള്ളത്. കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ മുളകും ഇഞ്ചിയും
പിന്നെ മിൻറ്റിൻ്റെ പുതിനയിലയും ഇട്ടിട്ടുള്ള കേട്ടോ. അത് പുതിനേൻ്റെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ജ്യൂസും കൂടി അടിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെന്ത ശേഷം അത് വേഗം പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യാരറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട്. കാരണം നല്ലോണം മയക്കാർ മൂടുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ ഒരു 4:30 ഉമ്മ വിളിച്ചിരുന്നു കേട്ടോ. അവിടെയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ, പനമരം ഭാഗത്തേക്കൊക്കെ നല്ല മഴയാണ്. അപ്പം അവർ വരാൻ നല്ലോണം ഇടങ്ങേറായി കേട്ടോ, കാരണം സ്കൂട്ടിയിലും കൂടിയാണ് വരുന്നത്. അപ്പം നനഞ്ഞ് പിണ്ടിയായിട്ട് ചെയ്യുന്നു കേട്ടോ, രണ്ടാളും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്. അങ്ങനെ ഇതാ നമ്മൾ ചമ്മന്തി റെഡിയായി. പിന്നെ ഞാൻ ജ്യൂസിനുള്ളതും പെട്ടെന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് വേഗം സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. കാരണം എനിക്ക് അവരെ വരുമ്പോഴത്തേക്കിന് ഫ്രഷ് ആവും കൂടി വേണം. കാരണം അടുക്കളയിൽ ഇത്ര നേരം നിന്നിട്ട് നല്ലോണം വേർത്ത് ഒലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അടുത്ത് വേഗം കസ്റ്റാർഡും കൂടി റെഡിയാക്കി. നമ്മൾ നേരത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞു. പിന്നെ അത് 6 മണി ആയപ്പോഴത്തേക്ക് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് കഴിച്ചു. പിന്നെ തരിക്കഞ്ഞും റെഡിയാക്കി. ജ്യൂസ് ഇതാട്ടോ, നമുക്കുള്ളത് വേറെ. പിന്നെ കുഞ്ഞുപാത്തുമാത്തൊക്കെ അധികം മധുരം പറ്റില്ല കേട്ടോ. അപ്പം കുറച്ച് മധുരത്തുള്ളത് റെഡിയാക്കി. പിന്നെ അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണിയും കൂടി ദമ്മത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നു. നല്ല മഴയാണ് കേട്ടോ, മഴ നിന്നിട്ടില്ല. കോഴിക്കളൊക്കെ ഇതാ മഴയത്ത് കിടന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നാണ് മഴ. പക്ഷേ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ 2-3 ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മയൊക്കെ ആണെങ്കിൽ മുട്ടിലേന്നു എത്തിയിട്ടുള്ളൂ കേട്ടോ. അവരാണെങ്കിൽ നല്ലോണം മഴ നനയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഞാനൊക്കെ ഫ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറേ വിളിച്ചു നോക്കിയിട്ടോ. അപ്പോൾ അവരോട് എത്താനായി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇച്ചു ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാട്ടോ. അങ്ങനെ ഇത് അവരെത്തി. നല്ലോണം നനഞ്ഞിട്ടായിരുന്നു കേട്ടോ എത്തിയത്. എൻ്റെ ബ്രദർ അധികം നനഞ്ഞിട്ടില്ല, കാരണം അവൻ്റെ കോട്ട് പുറം ഭാഗം മാത്രം കേട്ടോ നനയുള്ളൂ, ഉള്ളിലേക്ക് ഇതാവില്ല. അപ്പം പിന്നെ വേഗം തന്നെ അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റാൻ കൊടുത്തു. പിന്നെ അത് നമ്മളെ ചട്ടിപ്പത്തിരി കേട്ടോ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ മുറിച്ചിട്ടു. പിന്നെ അത് നമ്മളെ കസ്റ്റാർഡൊക്കെ ഓരോ ബൗളിലേക്ക് ആക്കി മാറ്റിയാണ് കേട്ടോ. അപ്പം ടേബിളിലേക്കെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴേക്കും ഹിച്ച് വേഗം അവൻ്റെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സെറ്റ് ചെയ്ത ആൾക്ക് വേഗം ഇവിടെ വന്ന് ഇരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചട്ടിപ്പത്തിരിയും ജ്യൂസും ഉന്നക്കായും ഒക്കെ റെഡി. അപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിച്ചപ്പോൾ ആണെങ്കിലും നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ചട്ടിപ്പത്തിരിയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇതാ മുന്തിരിയും വത്തക്കയും അനാറും മുസമ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അനാറ് പിന്നെ വെക്കാൻ മറന്നുപോയി. നമ്മൾ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എന്നിട്ടോ അത് കഴിച്ചത്. അത് അടുക്കളയിൽ തന്നെ ആയിപ്പോയിട്ടോ. പിന്നെ ഞാൻ എന്താ കുറവ് എന്ന് വിചാരിച്ച് നോക്കിയിരുന്നു. അപ്പോഴാണ് തരിക്കഞ്ഞി വെച്ചിട്ടില്ല എന്ന് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഇതാ കുഞ്ഞുപാത്തുമാത്തി സമയമായപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 6:15 ആയപ്പോഴത്തേക്ക്. പിന്നെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്താനം പറയുമായിരുന്നു കേട്ടോ. കരയ്ക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ എല്ലാം ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. പിന്നെ ഇവിടെ തീരെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഈ ബൾബ് ഇപ്പം കറണ്ടില്ലാതെ സമയത്ത് കത്തുന്ന ബൾബാണ് കേട്ടോ. കറണ്ടൊക്കെ നേരത്തെ കാലത്ത് പോയിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് കയ്യിലും കറണ്ട് പോക്കും ഒരേ സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് പോയി. പിന്നെ ഇവർ നോമ്പ് വെക്കുന്ന സമയത്തും ഉമ്മ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും കറണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ തീരെ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതാ തരിക്കഞ്ഞും കൊണ്ടുവന്ന് വെച്ചു. ഇനിയിപ്പം ബാങ്ക് കൊടുക്കാനുള്ള സമയമാവാനായിട്ടോ. പിന്നെ നമ്മൾ സാധാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഒഴിച്ചിട്ടില്ല കേട്ടോ, കാരണം വേണ്ടവർക്ക് ആ ഒരു സമയത്ത് കൊടുക്കാൻ ഗ്ലാസും ചായയും സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ ബാങ്ക് കൊടുത്തതിനിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് നോമ്പ് ഇറക്കാൻ കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ 11ാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ തീരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ മഴയും കൂടി പെയ്തപ്പം നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഉമ്മ മരുമോനിക്കും വേണ്ടിയിട്ട് ഓട്ടുവത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 2 ഓട്ടുവത്തിൽ ഏട്ടൻ്റെ വീട്ടിലേക്കും കൊടുത്തേച്ചു. പിന്നെ ബാക്കിയുള്ളത് ഇതാ കഴിക്കാൻ നിൽക്കാണ്ട്. അങ്ങനെ ഇതാ ബീഫ് വരട്ടും ഓട്ടുവത്തിലും പത്തിരിയും ചിക്കൻ ബിരിയാണിയും തേങ്ങ അരച്ച ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഉമ്മയും ബ്രദറും കഴിക്കാൻ കുറച്ച് പെറുകിട്ടേക്ക് ആയതുകൊണ്ട് തന്നെ അവർ എല്ലാം കഴിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ ബിരിയാണി കഴിച്ചു. പിന്നെ ഒരു പത്തിരി ഐറ്റം കഴിച്ചു കേട്ടോ, വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിരിയാണിക്ക് ഇത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആകെ 1.25 ഗ്ലാസ് മാത്രം കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് അവർ കഴിക്കണം. പിന്നെ എനിക്കും അവരൊപ്പം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ പിന്നെ അവർ പോയതിന് ശേഷം ഓട്ടുവത്തിൽ തിന്നു കേട്ടോ. പിന്നെ കുഞ്ഞുപാത്തുമാത്ത എല്ലാവരും തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അത് ഉമ്മയൊക്കെ 8:30 ആയപ്പം തന്നെ അവർ പോകാൻ നിൽക്കാൻ കേട്ടോ, കാരണം വീട്ടിൽ അവിടെ എത്തണം. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ട വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ പിന്നെ വീട്ടിൽ നിന്ന് ഇവിടെ ഡ്രസ്സ് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇറങ്ങാൻ നേരത്തും അതന്നെ ഇട്ടിട്ടോ, കാരണം മഴ പെയ്തിട്ടുണ്ട്. പിന്നെ
ഇനി വേറെ ഡ്രസ്സ് നനക്കണ്ടല്ലോ പറഞ്ഞിട്ട് ആൾ ആ ചുരിദാർ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അയച്ചുവിന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടുപ്പിച്ച് കൊണ്ടുവന്നു. ഉമ്മ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ആൾക്ക് തീരെ തണുപ്പ് പറ്റൂല, പെട്ടെന്ന് തന്നെ ചെവിയേതനൊക്കെ എടുക്കും കേട്ടോ. പിന്നെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ബ്രദറും ഉമ്മയൊക്കെ ഇനി പോവുകയാണ് കേട്ടോ. പിച്ചു ആൾ ആദ്യമൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞു, പിന്നെ ആളൊന്ന് റൗണ്ട് അടിച്ചുകൊണ്ട് വന്നപ്പോൾ ആൾ റെഡി ആയിട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇതാ നോമ്പറിയും ഇന്നത്തെ ദിവസത്തെ നോമ്പറിയും കഴിഞ്ഞു, അവർ പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അതിനിപ്പോൾ നമ്മളും കൂടി കഴിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. പിന്നെ മക്കൾക്ക് അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുപാത്തുമാത്തയും വന്നു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിരിയാണിയും ഇതൊക്കെ കൂടി നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.